ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സേനനെ ഇല്ലാതാക്കാൻ വേണ്ടി രാഹുൽ ഭയങ്കര മാരകമായിട്ടുള്ള സംഭവമാണ് രൂപയുടെ കയ്യിൽ കൊടുത്തയച്ചിരിക്കുന്നത്. രൂപ സേനയോട് പറയണ്ടേ അടുത്ത പ്ലാൻ എന്താന്ന് ചോദിക്കുമ്പോഴേക്കും അടുത്ത പ്ലാൻ വേറൊന്നല്ല, താൻ അവനെ വിളിച്ചു വരുത്തണം, ആ രാഹുലിനെ എന്നിട്ട് പറയണം താൻ അവശ്യം എനിക്ക് തന്നു എന്നുള്ള കാര്യം. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് അപ്പൊ തീരുമാനിക്കാം. ഇപ്പൊ എന്തായാലും അയാളെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറ, ഞാൻ ഇല്ലാതായെന്നുള്ള കാര്യം അയാളോട് പറ, അയാൾ സന്തോഷിക്കട്ടെ, അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് നമുക്ക് ആലോചിക്കാം എന്ന് പറയാണ്. ശരി, അങ്ങനെ ആക്കാം എന്ന് പറഞ്ഞിട്ട് രൂപ നേരെ രാഹുലിന്റെ ഫോണിലേക്ക് കൊടുക്കട്ടെ. രാഹുൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ് എന്താണ് വാർത്ത എന്ന് അറിയാനായിട്ട്. ആ രാഹുൽ ഫോൺ എടുക്കുമ്പോ, എന്താ രൂപ നിന്റെ ഫോൺ വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കായിരുന്നു, എന്തായി കാര്യങ്ങളൊക്കെ നടന്നോ, അതോ എപ്പോഴത്തെ പോലെ പാളിപ്പോയോ എന്ന് ചോദിക്കുമ്പോ, എന്റെ ഏട്ടാ ഞാൻ ഏട്ടനോട് പറഞ്ഞതല്ലേ ഇന്നത്തെ ദിവസം അത് ചേട്ടനെ പോലെ തന്നെ ഞാനും കാത്തിരുന്ന, ഇത്ര നാളുകളായിട്ട് ഞാൻ കാത്തിരുന്ന ദിവസമാണ്, ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോ ചന്ദ്രസേനൻ അയാളിപ്പോ ഹോസ്പിറ്റലില് ICUല് എപ്പ വേണമെങ്കിലും മരണവാർത്ത കേൾക്കാന്ന ഡോക്ടർ പറഞ്ഞത്, ആൾക്കാർ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളാനും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ്. ഹാവു രൂപേ സമാധാനം, ഈ സന്തോഷവാർത്ത ഞാൻ എന്റെ ഭാര്യയെടുത്തും മകളെടുത്തൊക്കെ ഒന്ന് പങ്കുവെക്കട്ടെ എന്ന് രാഹുൽ പറയാണ്. ശേഷം ശാരിയുടെ സരയോട് പറയുന്നുണ്ട്. അവരത് വിശ്വസിക്കുന്നില്ല. സത്യമാണ് പറയണത്? അതെ സത്യമാണെന്ന്, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി നോക്കാൻ പറയുവാണ്. അങ്ങനെ ഷാരി പറയും, മോളെ അപ്പൊ രൂപ നമ്മൾ വിചാരിച്ച പോലെ അങ്ങനെ ചന്ദ്രസേനയുടെ കള്ളസ്നേഹം കാണിച്ചതാണല്ലേ? അതേമ്മേ, അപ്പൊ നമ്മളെ മണ്ടിമാരായത് എന്തായാലും പറഞ്ഞ വാക്ക് പാലിച്ചല്ലോ, അതന്നെ വലിയ കാര്യം എന്നൊക്കെ ഇന്നെ പറയുക കേട്ടോ. അങ്ങനെ ഒരു ഭയങ്കര സന്തോഷത്തിലിരിക്കുക. അപ്പൊ ചന്ദ്രസേന പറയുന്നുണ്ട് രൂപയെടുത്ത്, രൂപ ഇനി താൻ ചെയ്യേണ്ടത് അയാളെ വിളിച്ചു വരുത്ത്, എന്നിട്ട് ആഘോഷകരമായിട്ട് അയാൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്ക്, എന്നിട്ട് അയാളോട് പറ തന്ന ഫുഡിന്റെ ബാക്കിയാണ് അയാൾ കഴിച്ചെന്ന്. അയാള് സത്യങ്ങളൊക്കെ അങ്ങനെയെങ്കിലും തുറന്നു പറയാൻ നമുക്ക് നോക്കാം, അങ്ങനെ മരണവെപ്രാളത്തിലെങ്കിലും അയാൾ സത്യം പറയാൻ നമുക്ക് നോക്കാം എന്ന് പറയാണ്. അങ്ങനെ രാഹുലിനെ പറ്റിക്കാൻ വേണ്ടി രൂപ അങ്ങനെ പറയുന്നുണ്ട്. രൂപ ഫുഡ് കൊടുക്കും, പണ്ട് അതെ അത് ഒരു അബദ്ധം പറ്റി, ചന്ദ്രസേന കൊടുത്തിന്റെ ബാക്കി അറിയാണ്ട് ഏട്ടൻ ഇപ്പൊ കഴിച്ചു എന്ന് പറയാണ്. അങ്ങനെ രാഹുൽ അപകടാവസ്ഥയിൽ ഹോസ്പിറ്റലിലേക്ക് പോകുവാട്ടോ. എന്തായാലും ആ അപകടം കാണിച്ചെങ്കിൽ പോലും രാഹുൽ സത്യങ്ങളൊന്നും പറയില്ല, കാരണം രാഹുൽ വിചാരിച്ച് താനും വിഷമുള്ള ഫുഡ് കഴിച്ചു എന്നാണ്. അപ്പൊ അങ്ങനെയെങ്കിലും സത്യങ്ങളൊക്കെ പുറത്തു വരുത്തിക്കാൻ വേണ്ടിയിട്ടാണ് രൂപ അങ്ങനെ കള്ളം പറഞ്ഞത്. പക്ഷെ അപ്പോഴും ചന്ദ്രസേനെ കുറിച്ച് ഒരു നല്ല വാക്ക് പോലും അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം പോലും ഈ രാഹുൽ അപ്പൊ പോലും പറയില്ല കേട്ടോ. എന്തായിരുന്നല്ല കോമഡി ഭാഗവും അതുപോലെ തന്നെ ട്വിസ്റ്റ് നിറഞ്ഞ ഭാഗമാണ് ഇനി അടുത്ത ആഴ്ച വരാൻ പോണത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.